ജുനഗഢ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച വർഷം 1948 ഫെബ്രുവരി. തിരശ്ചീന തലത്തിലുള്ള വായുവിന്റെ ചലനത്തിലൂടെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് അഭിവഹനം. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി കല്യാൺ സുന്ദരം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. 2024 ഫെബ്രുവരിയിൽ ബ്യൂറോണിക് പ്ലേഗ് എന്ന രോഗം സ്ഥിരീകരിച്ച രാജ്യം അമേരിക്ക. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. ചാൾസ് ഒന്നാമൻ ദി പെറ്റീഷൻ ഓഫ് റൈറ്റ് ഒപ്പുവെച്ച വർഷം 1628. ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ഭരണാധികാരി ബാബർ. 2024 ഒക്ടോബറിൽ ഒഡീഷ തീരത്ത് വീശിയ ദാന ചുഴലിക്കാറ്റിന് പേരു നൽകിയത് ഖത്തർ. ഭാരത് നിർമ്മാൺ യോജന പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. 91ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയി. ഭരണഘടനയുടെ 12ാം പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുടെ എണ്ണം 18. മൾട്ടി മോഡൽ ബ്രെയിൻ ഇമേജ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് വികസിപ്പിച്ചെടുത്ത ആദ്യ രാജ്യമാണ് ഇന്ത്യ. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ജേതാക്കൾ ഇന്ത്യൻ ആർമി. ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം ഏത് രാജ്യത്താണ്? അമേരിക്ക. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി യോഗശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. GST കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12. മത്സ്യബന്ധനം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? പ്രാഥമിക മേഖല. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? 2ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്കാണ് സിഡ്ബി. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണുള്ളത്? 5. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ആകെ എത്ര അംഗങ്ങളാണുള്ളത്? 10. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ ദിവസവേതനം എത്ര? 346 രൂപ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. 2023-24 വർഷത്തിലെ അനീമിയ മുക്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മധ്യപ്രദേശ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആഗമാനന്ദ സ്വാമികൾ. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ്. നെഹ്റു ട്രോഫി വള്ളംകളി 1950. 2024 വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ദുബായ്. അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ പദ്ധതി. ഇന്ത്യയിലാദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ച ആദ്യ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം. 2024 വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടി വേദി ദുബായ്. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കരമന. സഞ്ജയ് മൽഹോത്ര RBIയുടെ എത്രാമത്തെ ഗവർണറാണ്? 26. ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിന്റെ ഭാഗമാണ്? വേമ്പനാട്ട് കായൽ. മാൾവ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയേത്? ആരവല്ലി. ഹെപ്പറ്റൈറ്റിസ് ഡേ ജൂലൈ 28. ഉജ്ജീവനം എന്ന കൃതി ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22. തൊണ്ടമുള്ളിന് കാരണമായ സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ. ലോക രോഗപ്രതിരോധ ദിനം നവംബർ 10. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി.
ഇന്ത്യയിലാദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ശെന്തുരുണി. ലോക രോഗപ്രതിരോധ ദിനം നവംബർ 10. G20 ഉച്ചകോടി 2025 വേദി ജോഹന്നാസ്ബർഗ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ജോൺ കെയ്ൻസ്. കുടുംബശ്രീ രൂപകൽപ്പന ചെയ്ത അഗതികളുടെ പുനരധിവാസ പദ്ധതിയാണ് ആശ്രയ. കേരളത്തിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ. ബിന്ദു. തൂവാനം വെള്ളച്ചാട്ടം ഏത് ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആനമുടിച്ചോല ദേശീയോദ്യാനം.